ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് BB ഹൗസിൽ. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഷാനവാസ്, അഭിലാഷ് ആൻഡ് ഒനിൽ സാബു. ഒരു വലിയ പ്രതിസന്ധിയെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, BB ഹൗസിനുള്ളിലുള്ള പല വ്യക്തികളും ഭീഷണിയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കരുതൽ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടപടലം എല്ലാവരും 3G ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധിച്ചേ കഴിയൂ. എന്താണത്? അക്ബറിന്റെയും അപ്പാനിയുടെയും രണ ഫാത്തിമയുടെയും ജിസൈലിന്റെയും ആര്യന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് കളിയാണ്. ഇനിയും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഒരുപക്ഷെ കൊടുങ്കാറ്റായി മാറുവാനും എല്ലാം അടിച്ചു പറത്തിക്കളഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ ആധിപത്യം മുഴുവനും അവർ പിടിച്ചടക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചേ മതിയാവൂ. കുറെ ദിവസമായിട്ട് ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഇതിനിടയ്ക്കൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതോടുകൂടി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതാണ്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. പൊട്ടിത്തെറി ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷാനവാസ് പറഞ്ഞൊരു വാക്കാണ്. നെവിൻ പുറത്തു പോയപ്പോൾ അയാൾക്കാണ് ഏറ്റവും അധികം നഷ്ടമുണ്ടായത്. നിങ്ങൾ ആരും അറിയാതെ നെവിനെ വെച്ചുകൊണ്ട് ഞാനിവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ കണ്ടന്റാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഷാനവാസ് വിളിച്ചു പറഞ്ഞത് അഭിലാഷിന് ഒട്ടും തന്നെ സഹിച്ചില്ല. അഭിലാഷ് കുത്തിയിരുന്ന് കരയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഷാനവാസ് പറയുന്ന ഈ കാര്യം കേട്ട് അയാളുടെ ചങ്ക് പൊട്ടിയത്. അയാൾ ഒനിൽ സാബുവിനോട് പോയി പറയുകയാണ്, ഇവൻ ഭയങ്കര വിഷമാണ്, മനുഷ്യനെ സ്നേഹിക്കാൻ ഇവൻ അറിയത്തില്ല. അവൻ പുറത്തു പോയപ്പോൾ അവന് സങ്കടമല്ല വന്നത്, അവന്റെ ചങ്ക് പൊട്ടിപ്പോയെന്ന്. ഇവൻ മനുഷ്യനാണോടെ? ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഷാനവാസിനെ നല്ല ഒന്നാന്തരമായിട്ട് എടുത്തിട്ട് കുടഞ്ഞ ആളാണ്. ഇപ്പൊ ഷാനവാസുമായിട്ട് ചേർന്നിരുന്നു വീണ്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് പൊളിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അപ്പുറത്ത് 3-4 പേർ നിഷ്പക്ഷരായി ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അവരെ നമ്മൾ പതിയെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതിൽ 1 അനുമോൾ, 2 ശൈത്യ, ആദില, നൂറ, രേണുസുതി. ഇത്രയും ആൾക്കാരെ കൂടി നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ 8 പേരാകും. കൃത്യമായിട്ട് അടിച്ചു താഴെയിടുവാൻ തക്കവണ്ണമുള്ള ഒരംഗസംഖ്യ നമ്മുടെ ഗ്രൂപ്പിലും എത്തും. അതുകൊണ്ട് നമ്മൾ നയത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അവരെ നോമിനേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അവർക്കെതിരായി ഒരാരോപണങ്ങളും നമ്മൾ ഉന്നയിക്കുവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവർ നമുക്കൊപ്പം നിൽക്കും. നമ്മുടെ കാര്യം സാധിക്കുവാൻ വേണ്ടി നമുക്കവരെ ഉപയോഗിക്കാം. അപ്പോൾ ഐക്യകണ്ഠേന ആ തീരുമാനം പാസ്സാക്കപ്പെടുകയാണ്. സർ, ഇവിടെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനപ്രകാരമാണ് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പും അപ്പുറത്തെ ഗ്രൂപ്പും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെയും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ആര് പുറത്തു പോകണം, ആര് ജയിലിൽ പോകണം, ആരെന്തൊക്കെ ഡ്യൂട്ടികൾ ഇവിടെ ചെയ്യണം, അതെല്ലാം നമ്മുടെ ഗ്രൂപ്പായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഈ നയങ്ങൾ തന്നെയാണ് നിങ്ങളും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്പ മിനിറ്റുകൾക്ക് മുമ്പ് നടന്ന ജയിൽ നോമിനേഷനിൽ ഈ 3 ആൾക്കാരും അനുമോളുടെ പേര് ഒരുപോലെ ജയിലിലേക്ക് പോകുവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ്. അതിനെപ്പറ്റി അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഷാനവാസ് പറയുന്ന ന്യായം എന്താണ്? ജിസേലിന്റെ പാവാടവള്ളിയിൽ പിടിച്ചു നടക്കുന്ന മൊണ്ണകളാണ് ഇവിടുത്തെ ആണുങ്ങൾ എന്ന് അനുമോൾ നടത്തിയ പ്രസ്താവന. ആ പ്രസ്താവന ശരിയല്ല. നമ്മൾ അങ്ങനെ ജിസേലിന്റെ പാവാടവള്ളിയിൽ പിടിച്ചു നടക്കുന്ന ആൾക്കാരല്ലല്ലോ. പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഊന്നി പറയണം. ഇതിപ്പോൾ ആണുങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആണുങ്ങളെ മുഴുവനും ആ ഗണത്തിൽ പെടുത്തിയില്ലേ? സത്യം പറഞ്ഞാൽ ഷാനവാസും ജിസേലിന്റെ പാവാടവള്ളിയിൽ പിടിച്ചു നടക്കുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഷാനവാസിനെ നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ കാരണമാക്കി പറയുന്നത്. എന്നാൽ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ വിഷയമോ അതായിരുന്നില്ല. ജിസൈലിന്റെ അനുവാദം കൂടാതെ അവരുടെ ചുണ്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഉരച്ചു. അത് ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിൽപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് ജയിലിൽ പോയി മര്യാദ പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന്. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ശരിക്കും മനസ്സിലാകുന്നില്ലേ? ഇതാണ് ഗെയിം. ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഗെയിം, കള്ളത്തരത്തിന്റെയും ഉടായിപ്പിന്റെയും ഗെയിം. വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ ഇതൊക്കെ ഇറക്കും. എന്നിട്ടോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പെണ്ണുങ്ങളെ എല്ലാം കൂടി നമ്മുടെ കൂട്ടത്തിൽ നിർത്താം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി. നമ്മുടെ കാര്യം സാധ്യമായി എന്ന് കാണുമ്പോൾ, അല്ലായെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ബലക്ഷയം ഉറപ്പാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ പതുക്കെ ഇവർക്കും പണി കൊടുക്കും, ഇല്ലേ? കാര്യം സാധിക്കുവാൻ വേണ്ടി കഴുതക്കാലും പിടിക്കണം. ഈ ഒരു നയമാണ് അഭിലാഷ്, ഷാനവാസ്, ഒനിൽ ഈ 3 പേരും കൂടി ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാനിങ് പോലെ കാര്യങ്ങൾ നടക്കുമോ? ആ പൊട്ടിപ്പെമ്പിള്ളാർ ഇതിനകത്ത് വീഴുമോ? 8 പേരടങ്ങുന്ന ഒരു പ്രബല ഗ്രൂപ്പ് ഇപ്പുറത്ത് ഫോം ചെയ്യപ്പെടുമോ? എല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും പ്രേക്ഷകരിതെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. എല്ലാം മനസ്സിലിരിക്കണം. അപ്പോൾ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.